സ്റ്റേഷനിൽ ചെന്ന് അവർ പോലീസുകാർ പറഞ്ഞ എല്ലാ പേപ്പറിലും ഒപ്പിട്ടു. സെല്ലിൽ കിടന്ന 2 ജോഡികളുടെ കണ്ണുകൾ പകയോടെ തിളങ്ങി. ഇവളുടെ നാശത്തിന്റെ തുടക്കാണിതെന്ന് അവൾ അറിയുന്നുണ്ടാവില്ല. പുച്ഛഭാവത്തിൽ സിദ്ധു പറഞ്ഞു. ജീപ്പിൽ കയറിയപ്പോൾ തന്നെ ക്രിസ്റ്റി ആഹിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ ഫോർമാലിറ്റീസും കഴിഞ്ഞ് ദേവും അച്ഛയും അവിടെ നിന്ന് പുറത്തേക്കിറങ്ങി. ക്രിസ്റ്റിയുടെ മെസ്സേജ് കണ്ട് വക്കീലുമായി തൻ്റെ ഓടി കാറിൽ പാഞ്ഞെത്തി ആഹി. സഡൻ ബ്രേക്ക് ഇട്ട് കുറച്ച് തെന്നി ടയർ ഉരച്ചുകൊണ്ട് ആ വണ്ടി വലിയൊരു ശബ്ദത്തോടെ പോലീസ് സ്റ്റേഷന്റെ മുൻപിൽ വന്നു നിന്നു. അതേസമയം തന്നെയായിരുന്നു ദേവും അച്ഛയും പുറത്തേക്ക് ഇറങ്ങി വന്നത്. എന്നാൽ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയാത്തതുകൊണ്ട് ദേവുവിനെ മറികടന്ന് ഒന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ അവൻ കാറ്റുപോലെ അകത്തേക്ക് പാഞ്ഞു. എന്നാൽ ശരവേഗത്തിൽ അകത്തേക്ക് പോകുന്ന അവനെ ഒരു മാത്ര ദേവു കണ്ടിരുന്നു. അകത്ത് ചെന്ന് തടയാൻ വന്ന പോലീസുകാരെ തട്ടിമാറ്റി അവൻ അവർക്കരികിലായി ചെന്നു. അവന്മാരാണെങ്കിൽ ഒന്നും മിണ്ടാതെ തലകുനിച്ച് നിന്നു. ഇനിയെങ്കിലും ഒന്ന് പറഞ്ഞു തൊലയ്ക്ക്, എന്താ ഉണ്ടായതെന്ന് ആഹി ദേഷ്യത്തോടെ ചോദിച്ചു. അത് ഒരു പെണ്ണ് ഒറ്റിയതാടാ. പെണ്ണോ? അവൻ ഒരു പുരികം പൊക്കി ചോദിച്ചു. നാണമില്ലേ നിനക്ക് ഇതെന്റെ മുൻപിൽ വന്നു നിന്ന് പറയാൻ? ഷേ, എല്ലാവരും കണ്ടു കാണുമല്ലേ. കോളേജിൽ നമ്മുടെ വില പോയില്ലേ. ഒരു പീറപ്പെണ്ണ് കാരണം സ്റ്റേഷനിൽ കയറേണ്ട അവസ്ഥ. ഏതാടാ അവള്? അറിയില്ല, ഇവിടെ എങ്ങും കണ്ടിട്ടില്ല. നമ്മളെ ശരിക്കറിയില്ലെന്ന് തോന്നുന്നു. കയ്യിലൊരു ഫയലൊക്കെ ഉണ്ടായിരുന്നു. ഐ തിങ്ക് ഫ്രഷറാണെന്ന് തോന്നുന്നു. നമ്മുടെ കോളേജിലെ പുലിമടയിൽ തന്നെയാണല്ലോ അപ്പോൾ അവള് തല കൊണ്ട് വെച്ചിരിക്കുന്നേ. വെരി ഗുഡ്. അപ്പോൾ അടുത്ത ഗെയിം തുടങ്ങാൻ സമയമായി. പക്ഷേ ഒരു പീറപ്പെണ്ണ്, അതോർക്കുമ്പോൾ എനിക്ക് വിറഞ്ഞു വരുവാ, ആഹി പല്ലിരുമ്മിക്കൊണ്ട് പറഞ്ഞു. ഏതായാലും അവൾ വരട്ടെ, നമുക്ക് നോക്കാം. ഇനി 2 ഡേ കൂടിയല്ലേ ഉള്ളൂ. ക്രിസ്റ്റി അതും പറഞ്ഞ് സിഗരറ്റ് ഒരു പഫ് എടുത്തു. ഇതേ സമയം സിദ്ധുവിൻ്റെ ഫോൺ റിങ് ചെയ്തു. ആരാടാ? ക്രിസ്റ്റി ചോദിച്ചു. അവളാടാ, റോസി. ഹലോ ഹലോ, എന്താടാ, എന്തായി അവിടുത്തെ കാര്യങ്ങൾ? നീ എങ്ങനെ അറിഞ്ഞു ഇത്? ക്രിസ്റ്റി നെറ്റി ചുളിച്ച് ആഹിയെ നോക്കിക്കൊണ്ട് അവളോട് ചോദിച്ചു. ആഹി പറഞ്ഞു. അബി അവനോടായി പറഞ്ഞു. ഓഹോ, നീയും ഉണ്ടോ? അതെല്ലോ, കോൺഫറൻസ് കോളാണ് മോനെ. ആട്ടെ, എന്തായി? അബി വീണ്ടും ചോദിച്ചു. എന്താവാൻ? എന്നാലും ആരാടാ നമ്മളെ ഒറ്റിയത്? ഒരു പെണ്ണാണടി. ആരാണ് എന്താണെന്നോ അറിയില്ല. പെണ്ണോ? എന്നാലും ഒരു പെണ്ണ് കാരണം ഡെയർ ഡെവിൽസിന് ഒരു മുട്ട പണിയാലുള്ള കിട്ടിയത്. അവൾ നമ്മുടെ കോളേജിലേക്ക് തന്നെയാ മക്കളെ വരുന്നേ. വെയിറ്റ് ചെയ്യ്, നമുക്ക് പണി അവൾക്ക് പാലും വെള്ളത്തിൽ കൊടുക്കാം. സിദ്ധു ഒന്ന് ചിരിച്ചുകൊണ്ട് അവരോടായി പറഞ്ഞു. അല്ല, നിങ്ങളെപ്പോഴാ ലാൻഡിങ്? ക്രിസ്റ്റി അവൻ്റെ കയ്യിൽ നിന്നും ഫോൺ മേടിച്ചു ചോദിച്ചു. മറ്റന്നാൾ മോർണിംഗ് ഞങ്ങൾ അങ്ങ് എത്തും മോനെ, റോസി പറഞ്ഞു. എന്നാലേ ശരിടി, വെച്ചോ, കുറച്ച് തിരക്കുണ്ട്. അവനെവിടെ ആഹി? അവൻ ബാൽക്കണിയിൽ കടലിലേക്ക് കണ്ണു നട്ട് നിൽപ്പുണ്ട്. അവനെ അന്വേഷിച്ചെന്ന് പറഞ്ഞേക്ക്. അപ്പോൾ ശരി, വെക്കുക, വൈകിട്ട് വിളിക്കാം. ഓക്കെ ഡി. ഇന്നടാ. ഫോൺ കട്ട് ചെയ്തുകൊണ്ട് ക്രിസ്റ്റി അത് സിദ്ധുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. നമ്മുടെ ഡെവിൽ നല്ല എന്തോ ആലോചനയിലാണെന്ന് തോന്നുന്നു. ക്രിസ്റ്റി ആഹിയെ നോക്കിക്കൊണ്ട് സിദ്ധുവിനോടായി പറഞ്ഞു. വരുമ്പോൾ അവൾക്കിട്ട് എന്തു പണി കൊടുക്കാമെന്ന് ആലോചിക്കുകയാകും അവൻ. എന്ത് പണി കൊടുക്കാൻ? ഒന്ന് വിരട്ടി വിടണം. നമ്മളെ അറിയില്ലല്ലോ, ഒന്ന് അറിയിച്ചു കൊടുക്കണം. അല്ലാണ്ട് ഒരു പീറ പെണ്ണിനെ പുറകെ, അതും നമുക്ക് കുറച്ചിലാണ്. അത് ശരിയാ നീ പറഞ്ഞത്. ഡാ മതിയടാ, നിർത്തടാ, ആഹി അങ്ങോട്ടേക്ക് വന്ന് പറഞ്ഞു. 2 ദിവസങ്ങൾ കഴിഞ്ഞ് കോളേജ് ലൈഫ് സ്വപ്നം കണ്ട് അവളും അവളെ കാത്ത് ഡെയർ ഡെവിൽസും നിദ്രയിലാണ്ടു. കോളേജ് ഓപ്പൺ ആകുന്നതിൻ്റെ തലേ ദിവസം. ചന്തു, നല്ല പനിയുണ്ടല്ലോ മോനെ. ദേവു ആവലാതിയോടെ നെറ്റിൽ കൈവച്ച് നോക്കി. അത് മാറിക്കോളും ചേച്ചി, സാരമില്ല. നീ ഇവിടെ തന്നെ കിടന്നേ, ഞാൻ പോയി ചുക്ക് കാപ്പി ഇട്ടുകൊണ്ട് വരാം. അതും പറഞ്ഞ് അവൾ അടുക്കളയിലേക്ക് ഓടി. അച്ഛേ, ചന്തുവിന് നല്ല പനി, ഒന്ന് മുകളിലേക്ക് പോയിരിക്കണേ, ഞാൻ ചുക്ക് കാപ്പി ഇട്ടുകൊണ്ട് വരാം. ഓടുന്നതിനിടയിൽ അച്ഛനോട് അവൾ പറഞ്ഞു. അയാൾ പതിയെ തപ്പിത്തടഞ്ഞു മുകളിലേക്ക് പോയി. അടുക്കള മുഴുവൻ അരിച്ചു പെറുക്കിയിട്ടും ചുക്ക് കിട്ടിയില്ല. ഒടുവിൽ അത് തേടി പിടിച്ച് കാപ്പിയും ഇട്ട് അവൾ മുകളിലേക്ക് തന്നെ ഓടിപ്പോയി. അവനെ കൊണ്ട് കാപ്പിയൊക്കെ കുടിപ്പിച്ച് അച്ഛനും മോളും അവൻ്റെ കൂടെ തന്നെ ഇരുന്നു. ദേവു ആണെങ്കിൽ ഇടയ്ക്കിടെ അവൻ്റെ നെറ്റിയിൽ തുണി നനച്ചിട്ടോണ്ടിരുന്നു. 12 മണി ക്ലോക്കിലടിച്ചപ്പോൾ അവളും അച്ഛനും ഞെട്ടിയണീറ്റു. ഇനി മോള് പോയി കിടന്നുറങ്ങിക്കോ, നാളെ പഠിക്കാൻ പോകേണ്ടതല്ലേ, അവളുടെ തലയിൽ തലോടിക്കൊണ്ട് അച്ഛൻ പറഞ്ഞു. ഏയ്, അത് സാരമില്ല അച്ഛേ, ഇവൻ്റെ പനി കുറഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ. അല്ലെങ്കിലും നാളെ തന്നെ ചെന്ന് കയറിയ റാഗിംഗ് ഒക്കെ കാണും. മോളുടെ ഇഷ്ടം. അതും പറഞ്ഞ് ആ വൃദ്ധൻ പിന്നെയും കിടന്നു. രാവിലെ 8 മണിക്കാണ് എല്ലാവരും ഉണരുന്നത്. അതും പുറത്ത് കതകിൽ തട്ടുന്ന ശബ്ദം കേട്ട്. നോക്കിയപ്പോൾ നൃത്തം പഠിക്കാൻ വരുന്ന കുട്ടികളാണ്. 2 ദിവസത്തേക്ക് ക്ലാസ് ഇല്ലെന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിട്ടു. ഡി അല്പം വൃത്തിയുള്ള വേഷം പോയിടടി, ആഹി പറഞ്ഞു.
അതെ, ഡ്രസ്സ് എങ്ങനെ ഇടണം എന്നൊക്കെ ഒരാളുടെ മൗലിക അവകാശങ്ങളാണ്. അതുകൊണ്ട് നീ പോയി പണി നോക്ക് മോനെ ദിനേശ. റോസി വിട്ടുകൊടുത്തില്ല. നിനക്കറിയില്ലേ ആഹി, ഇവൾ ഇങ്ങനെയാണെന്ന്. പറഞ്ഞിട്ട് കാര്യമില്ല. ഓ പിന്നെ ഞങ്ങളൊന്നും ഇവനെ പോലെ അത്ര വലിയ ഡ്രസ്സിങ് സെൻസ് ഉള്ളവരൊന്നും അല്ലല്ലോ, റോസി കളിയോടെ പറഞ്ഞു. ഡീ, നീ എൻ്റേന്ന് മേടിക്കുവേ, ആഹി ദേഷ്യത്തോടെ പറഞ്ഞു. ഇന്ന് അവൾ വരുമല്ലോ അല്ലേ? അബി കണ്ണാടിയിൽ നോക്കി മുടി ചീകിക്കൊണ്ട് ക്രിസ്റ്റിയോട് ചോദിച്ചു. ദേ, ഈ മഹാന്റെ അറിവ് വെച്ച് ഇന്ന് വരുമെന്നാണ് അറിവ്, സിദ്ധുവിനെ ചൂണ്ടി ക്രിസ്റ്റി പറഞ്ഞു. ഡാ ഒന്ന് പോയടാ, അവൾ പുതിയ സ്റ്റുഡൻസ് ആയിരിക്കും എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. കോളേജിന്റെ ഫ്രണ്ടിൽ ഒരു ഫയലൊക്കെ ആയി നിൽക്കുന്ന കണ്ടപ്പോൾ അഡ്മിഷൻ എടുക്കാൻ വന്നതായിരിക്കുമെന്ന് ഞാൻ ഊഹിച്ചു, സിദ്ധു പറഞ്ഞു. ആളെങ്ങനെ ഉണ്ടടാ കാണാൻ? അബി ചോദിച്ചു. കാണാനൊക്കെ നല്ല ലുക്കാണ് മോളെ. നീയൊന്നും അവളുടെ 7 അയലത്ത് പോലും വരില്ല, ക്രിസ്റ്റി പറഞ്ഞു. നീയൊക്കെ അവളുടെ സൗന്ദര്യം വർണ്ണിക്കുവാണോ? പോയി പണി നോക്കടാ. ആഹി കലിപ്പ് മൂഡ് ഓണാക്കി. അവന് ദേഷ്യം വന്നു എന്ന് മനസ്സിലായി എല്ലാവരും സൈലൻ്റായി. കാരണം കലിപ്പ് വന്നാൽ പിന്നെ ആരാ മുന്നിലുള്ളതെന്നും അവന് നോട്ടമില്ല. ഡാ, അവളെ കാണുന്നില്ലല്ലോ, ഇനി വേറെന്തെങ്കിലും ആവശ്യത്തിന് വന്നതായിരിക്കുമോ? സിദ്ധു ഒരു സംശയത്തോടെ ചോദിച്ചു. അവരുടെ താറിലിരുന്ന് ഗേറ്റിൽ തന്നെ കണ്ണു നട്ടിരിക്കുകയാണ് 4 പേരും. ആഹിയാണെങ്കിൽ ഫോണിൽ കുത്തിയിരിക്കുന്നു. പാവം പിള്ളേരിന്ന് ദേവിട്ട് വരില്ല എന്ന് അറിയുന്നില്ലല്ലോ. ആഹി, ഇത് നിന്റെ കൂടി കോളേജല്ലേ? പോയി നോക്കടാ ന്യൂ അഡ്മിഷൻ ലിസ്റ്റിൽ അവരുടെ പേരുണ്ടോന്ന്. ഇതിപ്പോൾ കാത്തു കെട്ടിയിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി, ക്രിസ്റ്റി പറഞ്ഞു. അതിനു മറുപടിയായി ആഹി അവനെ ഒന്ന് നോക്കി. അതിന് നിനക്ക് അവളുടെ പേരെന്താണെന്ന് അറിയോ? റോസി ചോദിച്ചു. ദേവിക എന്നോ മറ്റോ ആണ് അവൾ സ്റ്റേറ്റ്മെന്റ് കൊടുത്തപ്പോൾ സ്റ്റേഷനിൽ പറഞ്ഞത്, ക്രിസ്റ്റി ഒന്ന് ആലോചിച്ചുകൊണ്ട് പറഞ്ഞു. ചെല്ലാഹി, സമയം കളയാതെ. നീയും കൂടി വാ, ആഹി ഒന്ന് അമർത്തി മൂളിക്കൊണ്ട് പറഞ്ഞു. അബിയും ആഹിയും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിൽ ചെന്ന് സിസ്റ്റത്തിന്റെ ന്യൂ അഡ്മിഷൻ ലിസ്റ്റ് നോക്കി. ഇതിപ്പോൾ 4 ദേവികമാരുണ്ടല്ലോ, ഇതിലേതായിരിക്കും? അബി ചിന്തിച്ചു. വിളിക്ക് ക്രിസ്റ്റിയെ കൂടി, ആഹി പറഞ്ഞു. കുറച്ചു കഴിഞ്ഞ് 3 ദേവികമാരുടെയും പ്രൊഫൈൽ പ്രിന്റ് ഔട്ട് എടുത്ത് ആഹി ക്രിസ്റ്റിക്ക് മുന്നിലേക്കിട്ടു. ഇതിലേതാടാ? ആഹി ചോദിച്ചു. ദേ, ഇവളാണടാ. അവൻ പറഞ്ഞത് കേട്ട് ആഹി ആ പേപ്പർ എടുത്ത് നല്ല പോലെ ഒന്ന് നോക്കി. ദേവിക ഹരിദേവ്, കോവിലത്ത് വീട്, ചെന്തുരുത്തി, പാലക്കാട്. ഇതെന്താടാ ഇത്? ഇവള് പോലൊരു പീറു പെണ്ണ്, അതും പക്ക പട്ടിക്കാട് പെണ്ണ്, ഇങ്ങനെ നമുക്കെതിരെ തിരിയണമെങ്കിൽ എന്താവും റീസൺ? ആഹി ഒന്ന് ചിന്തിച്ചുകൊണ്ട് പറഞ്ഞു. ന്യൂ സ്റ്റുഡൻ്റ് അല്ലേ, നമ്മളെ അറിയില്ലായിരിക്കും, അബി പറഞ്ഞു. അവൾ വരട്ടെ, നല്ല പോലെ അറിയിച്ചു കൊടുക്കാം, അവളുടെ ഫോട്ടോയിൽ നോക്കിക്കൊണ്ട് ആഹി ദേഷ്യത്തോടെ പറഞ്ഞു. എന്നാലും ഈ പട്ടിക്കാടിനൊക്കെ ഇവിടെ അഡ്മിഷൻ കൊടുത്തത് ഏതവനാണോ? നോക്ക്, 98% മാർക്കുണ്ട്, അതാവും. അതിന് ആഹി ഒന്ന് പുച്ഛച്ചിരി ചിരിച്ചു. ഡേറ്റ് ഓഫ് ബർത്തിൽ ഇപ്പോൾ 20 വയസ്സ്. ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത് ഡിഗ്രി ഫസ്റ്റ് ഇയർ, 3 ഇയർ ഗ്യാപ്പ്. അപ്പോൾ അവൾ അത്രയും നാൾ എവിടെയായിരുന്നു? ക്രിസ്റ്റി ഒരു സംശയത്തോടെ അവരോടായി പറഞ്ഞു. ഡാ പൊന്ന മോനെ, നീ അവളെ പെണ്ണാലോചിക്കുവാണോ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? ആഹി ദേഷ്യപ്പെട്ടു. അവനല്ല എന്ന രീതിയിൽ ചുമൽ കൂച്ചി കാണിച്ചു. ആഹി ഒന്ന് ഒതുങ്ങിയെന്ന് മനസ്സിലായപ്പോൾ മൂവരും കൂടി പുറത്തേക്ക് നടന്നു. ഇന്നിനി എന്തായാലും അവൾ വരില്ല, ഉച്ചയായി, നാളെ നോക്കാം ഇനി. പുറത്തേക്ക് നടക്കുന്നതിനിടയിൽ ക്രിസ്റ്റി പറഞ്ഞു. അയ്യോ, മറ്റന്നാളല്ലേ നിങ്ങളുടെ പുതിയ റിസോർട്ടിൻ്റെ ഇനാഗുറേഷൻ? അബി. യാ, ആഹി പറഞ്ഞു. നാളെ മോർണിംഗിന് നമുക്ക് പോകണം, ഇവളുടെ കാര്യം അത് കഴിഞ്ഞ്. അവൻ ആ പേപ്പർ മടക്കി പോക്കറ്റിലേക്ക് ഇട്ടുകൊണ്ട് പറഞ്ഞു. അവർ പോകുന്ന വഴിയിലെല്ലാം കൂട്ടം കൂടി നിന്ന പിള്ളേർ ഇവരുടെ വരവ് കണ്ട് ക്ലാസ്സിലേക്ക് മുങ്ങി. നേരിട്ട് ഇവരെ നോക്കാൻ ആർക്കും ധൈര്യമില്ല, അതാണ് പച്ചയായ സത്യം. 5 പേരും വണ്ടിയിൽ കയറി പോകുന്നത് നോക്കി നെഞ്ചിൽ കൈവച്ചുകൊണ്ട് നിന്നു എല്ലാവരും. രാത്രി. ഇപ്പോൾ പനി വിട്ടല്ലോ ചന്തു, നല്ല പോലെ വിയർക്കുന്നുണ്ട് നീ, അവൻ്റെ മുഖത്തിലും കഴുത്തിലും കൈവച്ചുകൊണ്ട് ദേവു പറഞ്ഞു. ഇനി നീ വന്ന് കഞ്ഞി കുടിക്കും ചന്തു. ചേച്ചി പൊയ്ക്കോ, ഞാൻ വരാം, വേഗം വന്നേക്കണേ. ആ എൻ്റെ ചേച്ചി. അവൾ താഴേക്ക് ചെന്ന് പിറ്റേന്ന് കോളേജിൽ കൊണ്ടുപോകാൻ തലേ ദിവസം എടുത്തു വെച്ചതെല്ലാം ഒന്നുകൂടെ നോക്കി. രാവിലെ അമ്പലത്തിലെ സ്തുതി കേട്ട് അവൾ എഴുന്നേറ്റു. രാവിലത്തേക്കുള്ള കാപ്പിയും ഉച്ചത്തേക്ക് ചോറും കറികളുമെല്ലാം വെച്ച് കുളിച്ച് റെഡിയായാണ് കോളേജിലേക്ക് ഇറങ്ങിയത്. അച്ഛാ, ഞാൻ പോയിട്ട് വരാൻ കേട്ടോ, അയാളുടെ കാൽ തൊട്ട് അനുഗ്രഹം മേടിച്ച് അവൾ പറഞ്ഞു. പോയിട്ട് വാ മോളെ, അയാൾ ചിരിച്ചോണ്ട് മറുപടി പറഞ്ഞു. അവൾ പടിപ്പുര കടന്നു പോകുന്നത് നോക്കി ആ വൃദ്ധൻ അവിടെ തന്നെ നില ഉറപ്പിച്ചു. കോളേജ് ബസ് സ്റ്റോപ്പിൽ വന്നിറങ്ങി അവൾ പതിയെ ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറി. ഒരു സൈഡിൽ കുറച്ച് ചേട്ടന്മാരൊക്കെ ഇരിക്കുന്നത് കണ്ടു. റാഗിംഗ് ഒക്കെ കാണുമോ എന്ന് പേടിച്ച് അവൾ ബാഗിൽ പിടിമുറുക്കി മുൻപോട്ട് നടന്നു. പെട്ടെന്ന് തോളിൽ ആരോ കൈവയ്ക്കുന്നത് പോലെ തോന്നി തിരിഞ്ഞു നോക്കി.
പല്ല് 32 കാണിച്ച് ചിരിക്കുന്ന ഒരു പെൺകുട്ടി. ചുരിദാറാണ് വേഷം. കണ്ടാൽ അറിയാം ഏതോ പണമുള്ള വീട്ടിലെയാണെന്ന്. ഡയമണ്ട് പെൻഡന്റ് ഒക്കെയാണ് ഇട്ടിരിക്കുന്നത്. അത് കണ്ടപ്പോഴേ മനസ്സിലായി. കാണാൻ നല്ല ഭംഗിയൊക്കെയുണ്ട്. പക്ഷെ ഇരുനിറമാണെന്നേ ഉള്ളൂ. അറിയാതെ അവളും ഒന്ന് ചിരിച്ചുപോയി. ദേവികയല്ലേ? അതെ. എന്നെ എങ്ങനെ അറിയാം? അവൾ അത്ഭുതത്തോടെ അവളോടായി ചോദിച്ചു. ഞാനും തൻ്റെ ക്ലാസ്സിലാണ്. പേര് അനാമിക. അനു എന്ന് എല്ലാവരും വിളിക്കും. പിന്നെ നിന്നെ എങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ നമ്മുടെ ക്ലാസ്സിൽ ഇന്നലെ വരാതിരുന്നത് നീ മാത്രമേ ഉള്ളൂ. എന്നാലും അത് ഞാൻ തന്നെയാണെന്ന് എങ്ങനെ മനസ്സിലായി? അതിന് വലിയ ബുദ്ധിയൊന്നും വേണ്ട എൻ്റെ ദേവുക്കുട്ടി. തൻ്റെ പേടിയും ഭയവും ഒക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ആദ്യമായിട്ടാണ് കോളേജിലേക്ക് എന്ന് അനു പറഞ്ഞു. എന്നാലും ഒരെന്നാലും ഇല്ല. നടക്ക് ക്ലാസ്സിലേക്ക്. അനു അവളുടെ കൈ പിടിച്ചുകൊണ്ട് മുൻപോട്ട് നടന്നു. കൂട്ടിന് ഒരാളെ കിട്ടിയ സന്തോഷമായിരുന്നു ദേവുവിന്. ഇവിടെ റാഗിംഗ് ഒക്കെ ഉണ്ടോ? ദേവു പേടിയോടെ അനുവിനോടായി ചോദിച്ചു. അത് കേട്ട് അനു ദേവുവിനെ ഒന്ന് ചൂഴ്ന്നു നോക്കി. ആ ദേ അവിടെ നിൽക്കുന്ന ചേട്ടന്മാരെ കണ്ടോ? ഇന്നലെ എന്നെ പിടിച്ച് ഒന്ന് കുടഞ്ഞതാ. തവളച്ചാട്ടം വരെ ചാടിപ്പിച്ചു. അനു കള്ളസങ്കടം മുഖത്തണിഞ്ഞുകൊണ്ട് ദേവുവിനോടായി പറഞ്ഞു. ആണോ? ഒരൽപ്പം പേടിയോടെ ദേവു ചോദിച്ചു. അതെ, ഇങ്ങനൊരു പൊട്ടി. ഇവിടെ റാഗിംഗ് ഒന്നുമില്ല എൻ്റെ പെണ്ണേ. ദേവുവിൻ്റെ തലക്കിട്ടൊന്ന് കൊട്ടിക്കൊണ്ട് അനു പറഞ്ഞു. അത് ഇവൾക്ക് എങ്ങനെ അറിയാമെന്ന ഭാവത്തിൽ ദേവു അനുവിനെ നോക്കി. ഇപ്പോൾ നീ വിചാരിക്കുന്നത് എനിക്ക് എങ്ങനെ അറിയാമെന്നല്ലേ? എൻ്റെ ചേച്ചി ഇവിടെയാ പഠിച്ചത്. ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് 1 ഇയറായി. പിന്നെ നീ അങ്ങോട്ടേക്ക് നോക്കി. അനു ചൂണ്ടിയ ഭാഗത്തേക്ക് ദേവു നോക്കി. റാഗിംഗ് ഈസ് സ്ട്രിക്ട്ലി റെസ്ട്രിക്റ്റഡ് ഇൻസൈഡ് കോളേജ് ക്യാമ്പസ്. അത് കണ്ട് അവൾ അനുവിൻ്റെ മുഖത്തേക്ക് നോക്കിയൊന്ന് ചിരിച്ചു. എന്നിട്ട് അവർ രണ്ടുപേരും ക്ലാസ്സിലേക്ക് പോയി. അതെ ഡി ദേവു, നീ നല്ല ഗ്ലാമറാണല്ലോ. ദേ ആ ചേട്ടന്മാരൊക്കെ നിന്നെയാ നോക്കുന്നേ. അനു ദേവുവിനെ തോണ്ടിക്കൊണ്ട് അവളോടായി പറഞ്ഞു. നീ ഇങ്ങോട്ടേക്ക് വാ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അവൾ അനുവിൻ്റെ കൈ പിടിച്ച് അകത്തേക്ക് കയറി. ആദ്യത്തെ പീരീഡ് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഇൻ്റർവെൽ കിട്ടിയപ്പോൾ അനു പറഞ്ഞു. വാ ഡി ദേവു, നമുക്കൊന്ന് ക്യാൻറ്റീനിലൊക്കെ പോയി വരാം. ഞാനില്ല അനു, എനിക്ക് വയ്യ. നീ എന്താ ഇത്ര മിണ്ടാപ്പൂച്ച? ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ വാ തോരാതെ പറഞ്ഞു. നീ എല്ലാം മൂളി കേൾക്കും. നിനക്കെന്തേ മിണ്ടിയാൽ? ഇനി മിണ്ടാം പോരെ? ഓ മതിയേ. എന്നാൽ വാ, ഒന്ന് കറങ്ങിയിട്ടും വരാം. രണ്ടുപേരും കൂടി പുറത്തേക്കിറങ്ങി. അനു എല്ലാവരോടും മിണ്ടുന്നുണ്ട്. പക്ഷേ ദേവു എല്ലാവരോടും ചിരിച്ചു കാണിക്കും. അത്ര തന്നെ, അല്ലാതെ കൂടുതലൊന്നും പറയുന്നില്ല. അങ്ങനെ അവർ നടന്ന് ലൈബ്രറിയുടെ അടുത്തെത്തി. അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കണ്ട് പുറത്തേക്ക് നടക്കുന്ന വഴി അവിടെ ഓപ്പോസിറ്റ് ചുവരിലായി ആരുടെയൊക്കെയോ ചിത്രം വരച്ചിരിക്കുന്നത് കണ്ട് ദേവു അതിനടുത്തേക്ക് പോയി അതിലേക്ക് നോക്കി. സൂക്ഷിച്ചു നോക്കിയതും അവിടെ ഉള്ളിലൂടെ ഒരു വിറയൽ പാഞ്ഞുപോയി. തോളിൽ അനു തട്ടി വിളിച്ചതും അവൾ ഞെട്ടി അനുവിൻ്റെ മുഖത്തേക്ക് നോക്കി. എന്താടാ? അനു അമ്പരപ്പോടെ ദേവുവിനോടായി ചോദിച്ചു. ഇവരൊക്കെ ആരാ? നിനക്കറിയില്ല അല്ലേ? ഇതാണ് ഡെയർ ഡെവിൽസ്. ദേ ഈ നടുക്കു നിൽക്കുന്ന ചേട്ടനാണ് അതിൻ്റെ നേതാവ്. ഈ കോളേജ് ഈ ചേട്ടൻ്റെയാണ്. ആഹിയെ ചൂണ്ടിക്കൊണ്ട് അനു ദേവുവിനോടായി പറഞ്ഞു. അപ്പോ ഇതൊക്കെ? ക്രിസ്റ്റിയെയും സിദ്ധാർത്ഥിനെയും ചൂണ്ടി അവൾ വിറയലോടെ ചോദിച്ചു. നീ എന്താ നല്ല പേടിച്ച പോലെ സംസാരിക്കുന്നത്? എന്തു പറ്റി? അത് ഇവരിപ്പോൾ എവിടെയാണ് അനു? ഇവർ ഈ കോളേജിൽ നിന്നും തന്നെയാണ് ഡിഗ്രി എടുത്തത്. പിന്നെ ഇപ്പോൾ PGക്ക് ജോയിൻ ചെയ്തു ഈ വർഷം. ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും പേടിയായി ഇവരെ. സ്വന്തം കോളേജ് കൂടി ആയതുകൊണ്ട് പിന്നെ പറയണ്ടല്ലോ. ഇതൊക്കെ എൻ്റെ ചേച്ചി പറഞ്ഞിട്ടുള്ള അറിവാണ് കേട്ടോ. ഇവരോട് തർക്കിച്ച് സംസാരിച്ചവർ പോലും അവർ വെറുതെ വിട്ടിട്ടില്ലത്രേ. ദേവു ഉമിനീരെടുക്കാൻ പോലും മറന്ന് അനുവിൻ്റെ മുഖത്തേക്ക് തന്നെ തുറിച്ചു നോക്കി. നീ എന്താ ഇങ്ങനെ നോക്കുന്നേ? എന്തു പറ്റി? ഞാനിവരെ രണ്ടുപേരെ എനിക്കറിയാം, അവൾ വിറയാർന്ന ശബ്ദത്തിൽ പറഞ്ഞു. അറിയാമെന്ന് വെച്ചാ എങ്ങനെ? ദേവു പറഞ്ഞത് കേട്ട് തരിച്ചു നിൽക്കാനേ അനുവിന് കഴിഞ്ഞുള്ളൂ. എൻ്റെ പൊന്നു ദേവു, നീ എന്ത് പണിയായി കാണിച്ചേ? അനു പേടിയോടെ ദേവുവിനോടായി ചോദിച്ചു. ഒരാളെ തല്ലി ചതക്കുന്നത് കണ്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് അങ്ങനെ ചെയ്യാനാണ് തോന്നിയത്, അവൾ വിറയിലോടെ പറഞ്ഞു. ഇനി എന്തൊക്കെയാണാവോ ഉണ്ടാകാൻ പോകുന്നത്? ഇതിനകം നിന്റെ ഡീറ്റെയിൽസ് എല്ലാം അവർ പൊക്കിയിട്ടുണ്ടാവും. എന്താ ഇനിയിപ്പോൾ ചെയ്യുക? ഇന്നെന്തായാലും കോളേജിൽ വന്നിട്ടില്ല അവർ, അതോർത്ത് സമാധാനിക്കാം. പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിൽ നീ മാക്സിമം അവരുടെ കണ്ണിൽ പെടാതെ സൂക്ഷിക്കണം. അനുവിൻ്റെ കണ്ണിലെ ഭയം ദേവുവിനെയും കാർന്നു തിന്നാൻ തുടങ്ങിയിരുന്നു. പിറ്റേന്നും മറ്റു പലതിൽ നിന്നും ഡെയർ ഡെവിൽസിനെ പറ്റി ഭീകരമായ കഥകൾ കേട്ട് അവളുടെ ഭയം അതിൻ്റെ ഉച്ചസ്ഥായിലെത്തിയിരുന്നു. 2 ദിവസങ്ങൾ എന്നത്തെയും പോലെ കടന്നുപോയി. പക്ഷേ ഉള്ളിൽ നാം വിട്ട ഭയത്തിൻ്റെ വിത്തുകൾ ദേവുവിൻ്റെ ഉള്ളിൽ മുളപൊട്ടിയിരുന്നു. ഇന്നാണ് ആ ദിവസം. ഡെയർ ഡെവിൽസ് തിരികെ കോളേജിലെത്തുന്ന ദിവസം.